വന്നിട്ടുണ്ട്. അതല്ല ചോദ്യം. ഞാൻ ചോദിച്ചത് ആന്റണി പെരുമ്പാവൂരിന്റെ എമ്പുരാനുമായി ബന്ധപ്പെട്ട് 141 കോടി രൂപ മുതൽ മുടക്കുണ്ട്. അത് ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിന്റെ അടുത്ത് പറഞ്ഞു എന്നാണ് സുരേഷ് കുമാർ ഒരു ഓൺലൈനിൽ നടത്തിയ ഇന്റർവ്യൂവിൽ പറയുന്നത്. അത് വലിയ ചർച്ചയായി. അത് പറഞ്ഞപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ കത്തിൽ കറക്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് അതിന് സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ അസോസിയേഷൻ? ഇല്ലെങ്കിൽ അതിനൊരു മറുപടി എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ കത്തിൽ ആ ഒരു പോയിന്റ് നിങ്ങൾ ഉൾപ്പെടുത്തായിരുന്നാണ് വീണ്ടും മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരെ ഫേസ്ബുക്ക് പോസ്റ്റ് സംബന്ധിച്ച് അത് പറഞ്ഞതിൽ അതായത് എന്താന്ന് വെച്ചാൽ ഒരു ബിസിനസ് നടത്തേണ്ട ഒരാൾ എന്നുള്ള രീതിയിലും സുരേഷ് കുമാർ ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിലും പുള്ളിക്ക് അതൊരു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം അതൊരു ബിസിനസ് നടത്താത്ത ഒരു സിനിമയാണ്. ഞാൻ എന്തിനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് നടത്തിയ ഇറങ്ങിക്കഴിഞ്ഞ സിനിമകളെ പറ്റി ആയിരുന്നു പറഞ്ഞത്. ഇറങ്ങാൻ പോകുന്ന സിനിമയെ പറ്റി എന്തോ അല്ല ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ടോക്കുകൾ എല്ലാവരും ഒക്കെ ആയിട്ട് നടത്താറുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ അത് ഒരു പക്ഷേ പുള്ളിക്ക് അത് പറയേണ്ട കാര്യമില്ലായിരുന്നു ആ ഇതില്. കാരണം അതൊരു ഇറങ്ങാത്ത സിനിമയാണ്, ബിസിനസ് നടത്താത്ത ഒരു സിനിമയാണ്. പിന്നെ ഇവരെല്ലാം നല്ല ഫ്രണ്ട്സ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റണി പെരുമ്പാവൂർ ഇപ്പൊ പറയുന്നുണ്ട് സുരേഷ് കുമാർ മറ്റ് നിർമ്മാതാക്കളുടെ അഭിപ്രായം പറഞ്ഞു പറയുന്നത്. അപ്പോൾ ആന്റണി പെരുമ്പാവൂർ ഇത് സംഘടനയെ പറയാതെ ഇത് ഫേസ്ബുക്കിൽ എഴുതിയിട്ട് തെറ്റായ നടപടിയല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ പുള്ളിയുടെ അദ്ദേഹത്തിന്റെ ഒരു വിഷമം ബിപി ഇവൻ അറിയിച്ചു എന്നുള്ളത് മാത്രമാണ്. ഇവർ തമ്മിൽ നല്ല തിക് ഫ്രണ്ട്സാണ്. ലാലേട്ടനായിക്കോട്ടെ, സുരേഷ് ചേട്ടനായിക്കോട്ടെ, ആന്റണി ചേട്ടനായിക്കോട്ടെ, എല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. അതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ഒരു കാര്യം വന്നു, പക്ഷെ അതൊരു പബ്ലിക് ഫോറത്തിൽ കൂടെ വന്നു പോയി, അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൽ കൂടി അത് പറഞ്ഞു, വേറൊരാൾ ഒരു ഫേസ്ബുക്കിൽ കൂടെ ഒരു പോസ്റ്റ് ഇട്ടു. എങ്ങനെ അല്ല തീർച്ചയായിട്ടും ഒരു സംഘടന എന്നുള്ള ഒരു നിലയ്ക്ക് അങ്ങനെ ഒരു ലെറ്റർ എഴുതണല്ലോ. കാരണം അതിൻ്റെ അകത്ത് ഒരു മെമ്പർ കാട്ടി ഇപ്പൊ ഞാൻ ചെയ്തിട്ട് അമ്മ അസോസിയേഷനിൽ അല്ല ഞാൻ ഇവരോട് രണ്ടുപേരോടും സംസാരിച്ച വ്യക്തി എന്ന നിലയ്ക്കാണ്, ഞാൻ അസോസിയേഷന്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു തുടങ്ങുന്നത് ഒരു സമര പ്രഖ്യാപനത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് മറ്റ് സംഘടനകളുടെ സമ്മർദ്ദം മൂലമാണെന്ന് പറയുന്നുണ്ട്. ലിസ്റ്റിൽ കൂടി പങ്കെടുത്ത യോഗത്തിന് ശേഷമല്ല അതിലൊരു സമര പ്രഖ്യാപനം നടത്തുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നമ്മളൊരു സമരം എന്ന് പറയുന്നത് നാളെ മുതൽ എന്ന് പറയുവാണെങ്കിൽ ഓക്കെയാണ്, അതാണ് ഒരു സമരം. ഒരു ജൂൺ മുതൽ ആരംഭിക്കാൻ പോകുന്ന ഒരു സമരം എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് എത്രയോ ചർച്ചകൾ നടക്കും. പറഞ്ഞു മനസ്സിലായി. നമ്മൾ ഇങ്ങനെ ഒരു ലെവലിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു സമരം നടക്കുമല്ലോ. നമ്മൾ ചർച്ചകൾ അതിന്റെ ഇടയ്ക്ക് നടക്കൂലേ? എല്ലാ സംഘടനകളുമായിട്ട് മീറ്റ് ചെയ്യത്തില്ലേ? അമ്മയായിട്ടോ FK ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള അനുബന്ധപ്പെട്ട സംഘടനകളുമായിട്ട് നമ്മൾ ചർച്ച തീർച്ചയായിട്ടും നടത്തും. തീർച്ചയായിട്ടും നടത്തി കഴിഞ്ഞിട്ട് സമരം വെക്കാൻ വേണ്ടിയിട്ടല്ലോ. ഇന്ന് ഞാൻ ചോദിച്ചാൽ എനിക്കൊരു 40 തിയേറ്ററുകളുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ 750 തിയേറ്ററുകളോ ഉണ്ട്, സ്ക്രീനുകളോളം ഉണ്ട്. ഇതെല്ലാം അടച്ചിട്ടിട്ട് ആർക്കാണ് ഗുണം കിട്ടുന്നത്? നമ്മൾ അങ്ങനെ ഒരു സമരത്തിന് അഗനിസ്റ്റാണ്. പറഞ്ഞു മനസ്സിലാവും. പക്ഷെ ഒരു സംഘടന എന്ന് പറയുമ്പം അത് പറഞ്ഞു പോകും. അല്ലെങ്കിൽ എന്നാ സമരം ആണ്, അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണ്ടേ? ഞാനുൾപ്പെടെ ഞാനൊരു പ്രൊഡ്യൂസറായിട്ട് വന്ന് നിന്ന് വളർന്ന ഒരാളാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം വേണം. അപ്പൊ ആ അവസരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയും. ഇപ്പൊ സർക്കാർ പറയാറില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയാറില്ല ഞങ്ങൾ ഇങ്ങനെ സമരം വെക്കുന്നു, ഇന്ന രീതിയിൽ ഹർത്താൽ ഉണ്ടാവുന്നു. ആ പറയുന്നതിന് മുമ്പ് തന്നെ അത് പ്രശ്നം പരിഹരിക്കത്തില്ലേ? അപ്പൊ സമരം പ്രഖ്യാപിച്ചത് തെറ്റാണ്. അല്ലല്ല, അങ്ങനെ ഒരു എക്സാക്ട് ആയിട്ട് ഒരു ഡേറ്റിൽ ഒരു സമരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെയൊന്നും നടന്നില്ലെങ്കിൽ ചിലപ്പോ സമരത്തിലേക്ക് പോവാം. അങ്ങനെയല്ല പറഞ്ഞത്. സമരം പ്രഖ്യാപിക്കരുത്. ജൂൺ 1-ാം തീയതി സമരം പറയും, സൂചന പണി കൊടുക്കണം. വാക്കുകൾ ഇപ്പൊ ആർക്കും വന്നിട്ട് ഇവൻ ചെറുതായിട്ട് തെറ്റിപ്പോവാലോ. പറഞ്ഞു മനസ്സിലായോ? അല്ലാണ്ട് നമ്മൾ ജൂൺ 1-ാം തീയതി മുതൽ സമരം സമരം ഒരു തീയതി അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സമരം എന്ന് പറയുന്നു. ആന്റണി പെരുമ്പാവൂർ പോസ്റ്റിൽ ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യുന്നത് അതാണ്, സമര പ്രഖ്യാപനം എന്തിനായിരുന്നു? അല്ല, എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനന്ദ് ചേട്ടൻ അവിടെ വന്നിട്ടില്ല. ഞാൻ പറയട്ടെ, ഒരാൾ വരാത്ത ഒരാൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എല്ലാവരോടും അത് വിളിച്ച് ചോദിച്ച് അങ്ങനെയാണല്ലോ. ഞാൻ ഒരാൾ ചോദിച്ചാൽ എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാം. അതുകൊണ്ടാണ്. അല്ല, ഒരു സെക്കൻഡ്, ഞാൻ ഒരിക്കലും
ഒരിക്കലും സമരത്തിന് അനുകൂലമായിട്ടുള്ള ഒരാളല്ല. ഞാൻ ആ സംഘടനയിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സമരത്തിനെ വന്നിട്ട് നമ്മൾ 100% പിന്തുണയ്ക്കും. കാരണം എന്തിനും സമരം അല്ലല്ലോ പരിഹാരം. സമരത്തിന് മുന്നേ നമുക്ക് എന്ത് കാര്യങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാലോ. ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയം ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നേ ഉദ്ദേശിച്ചുള്ളൂ. ഒറ്റ ചോദ്യം എന്താണ് ഇപ്പോ ദിനു അങ്ങനെ എടുക്കുവാണെങ്കിൽ എനിക്കിപ്പോ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ ഞങ്ങളുടെ സംഘടനയിൽ അങ്ങനെ ഒരു ഭിന്നത ഇല്ല. ഞങ്ങളുടെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ചേട്ടൻ പറയുന്നുണ്ട് ആന്റണി പെരുമ്പാവൂർ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലാന്ന്. പിന്നീട് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിട്ടത് ഭയങ്കര തെറ്റായ നടപടിയല്ലേ? അല്ല, ആനന്ദിച്ചേട്ടൻ്റെ ഒരു വികാരം ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് പുള്ളിയുടെ ഒരു വികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിനിമേനെ പറ്റി വേറൊരാൾക്ക് പറയാൻ വേണ്ടി അതിൻ്റെ ഒരു ബഡ്ജറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പം പറയാൻ വേണ്ടിയിട്ടിട്ട് ആരാണ് ചുമതലപ്പെടുത്തിയത് എന്നുള്ള രീതിയിലാണ്. സുരേഷ് ഏട്ടൻ ഒരു ഫ്രണ്ട്, നമുക്കിപ്പോൾ ചിലരുടെ അടുത്ത് ചില ഫ്രീഡം ഉണ്ടാവുമല്ലോ, പറഞ്ഞു മനസ്സിലായോ? അപ്പം അതിൻ്റെ ഒരു വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടോക്കിൽ ഇവരൊക്കെ നടത്തിയ ഒരു ടോക്കിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും സുരേഷ് ഏട്ടൻ അത് പറഞ്ഞത്. അത്രയേ ഉള്ളൂ.